ഒരുപാട് സാഹിത്യം വായിക്കുകയും അറിയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചാൽ പറയുക ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഞാൻ പലരോടും അത് ചോദിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ എം ടി വാസുദേവൻ നായരോട് ചോദിച്ചു, എന്താണ് സാഹിത്യം? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയാൻ എനിക്കും അറിയില്ല, പക്ഷെ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എന്തോ ഒന്നാണ്, നമ്മളെ ഏതെല്ലാമോ തരത്തിൽ നിയന്ത്രിക്കുന്ന എന്തോ ഒന്നാണ്. സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഗുണം അത് വായിക്കാത്തവരെയും അത് സ്വാധീനിക്കും. അതുകൊണ്ടാണ് അത്രയൊന്നും വായനക്കാരൊന്നുമല്ലാത്ത പാവപ്പെട്ട മനുഷ്യരും പാട്ടും കഥകളും ഒക്കെ പറഞ്ഞ് അതിന്റെ സ്വാധീനത്താൽ അവരുടെ ജീവിതത്തെ ഏതെല്ലാമോ തരത്തിൽ ആന്തരികമായ സ്വാധീനങ്ങളുമായി സാഹിത്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എം ടി പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ കൊളംബിയൻ എഴുത്തുകാരനായ വാസ്ക്യൂസ് ഒരിടത്ത് പറയുകയുണ്ടായി, സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ, അതൃപ്തിയോടുള്ള പ്രത്യേക തരത്തിലുള്ള നമ്മുടെ ഒരു പ്രതികരണമാണ്. ഈ ജീവിതം ഒറ്റ ഒരു ജീവിതമായി പോയല്ലോ, ഒരാളുടെ ജീവിതം മാത്രം നയിക്കാനായി നമ്മളെ പരിമിതപ്പെടുത്തിയതിലുള്ള പ്രതിഷേധമാണ് നമ്മൾ സാഹിത്യത്തിലൂടെ മറികടക്കുന്നത് എന്ന് വാസ്ക്യൂസ് പറയുന്നു. അപ്പൊ സാഹിത്യവുമായി ബന്ധപ്പെട്ടതെല്ലാം വായനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ്. അത്തരത്തിലുള്ള സാഹിത്യത്തോടുള്ള പ്രിയം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പൊതുവെ ഞാൻ നേരത്തെ അച്ഛനറിയായിരിക്കും, ഇവിടെ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, പുസ്തക പ്രകാശന ചടങ്ങിന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലെ ഒരാളെ. കാരണം അത് ചെറിയ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ വായനയുടെ ക്രമത്തെ തെറ്റിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകം കടന്നു വന്ന് ഇത് താൻ വായിക്കണം, ഇത്രാം ദിവസത്തിനുള്ളിൽ ഇത് വായിച്ചതിനെ കുറിച്ച് പറയണം എന്ന് പറയുന്ന ഒരു അധിനിവേശ സ്വഭാവമുള്ള വായനയിലേക്ക് അത് കൊണ്ടുവയ്ക്കും എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അത് സാഹിത്യമാവുമ്പോൾ, അത് പ്രിയപ്പെട്ടവരുടേതാവുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വരാതിരിക്കാനൊക്കെയില്ല. സാഹിത്യത്തെക്കുറിച്ച് പറയുന്നതെല്ലാം ഏതെല്ലാം തരത്തിൽ സ്വാധീനമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാധവട്ടന്റെ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്താറുണ്ട്. ഇതേ മാധവട്ടന്റെ കഥകളെക്കുറിച്ച് പി രാജീവ് സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഇതുപോലൊരു സ്വാധീനത്തിലായിട്ടുണ്ട്. സാഹിത്യത്തിന്റെ വലിയ ഭൂമികകളെക്കുറിച്ച് സുനിൽ പ്രഭാഷണം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സാഹിത്യത്തെ അറിയുകയാണ്. അപ്പൊ പലതരത്തിൽ സാഹിത്യത്തെ അറിയുക എന്നുള്ളതാണ് സാഹിത്യം വായിക്കുന്നതിലുപരിയായി സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാ സംഘാടനകളുടെയും ഭാഗമാവുക എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹിത്യ ഭൂമികയിലേക്ക്, സർഗാത്മക എഴുത്തിലേക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കടന്നു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, ഉണ്ണിയെ ഞാൻ ആദ്യം അറിയുന്ന ഒരു വായനക്കാരനായാണ്, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പക്ഷേ 10-30 വർഷമായിട്ടാണ്. അന്ന് ഉണ്ണി വായനക്കാരനായി എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഉണ്ണി അതിൽ നിന്ന് വലിയ വായനക്കാരനായിരുന്നു. ഇല്യ പ്രഗോജന്റെ സയൻസ് ഒക്കെ വായിക്കുന്ന ആളാണ്. സയൻസ് പഠിച്ചിട്ടില്ല ഉണ്ണി. അപ്പൊ ഉണ്ണി അതിൽ നിന്ന് മാധ്യമ പ്രവർത്തകനാവുകയാണ്, അതിൽ അടയാളപ്പെടുത്തപ്പെടുകയാണ്. വെറും മാധ്യമ പ്രവർത്തകനല്ല, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നേരിട്ട് അഭിമുഖം നടത്തിയ മാധ്യമ പ്രവർത്തകനാണ്. ഇന്ന് ആരെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം നേടിയ ഇല്യ പ്രഗോജിനെ ഉണ്ണി അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആരും അറിയുന്നില്ല. ഉണ്ണി ഇന്ത്യയിലെ 2 പ്രധാനമന്ത്രിമാരോടൊപ്പം മാധ്യമ സംഘത്തിൽ പോയി, വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിന്റെയും. അപ്പൊ അതിൽ വലിയ ഉയരങ്ങൾ താണ്ടുകയാണ് ഉണ്ണി. അത് കഴിഞ്ഞ് ഉണ്ണി മൂന്നാമത് കാണുന്നത് പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറയുന്ന സമഗ്രമായ ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിന്റെ കർത്താവായാണ് വരുന്നത്. 21ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക കൃതി അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, പ്രായമാകുന്നില്ല ഞാൻ എന്ന പുസ്തകമാണ്. അതിലില്ലാത്ത ഏതെങ്കിലും ഒരു വൈജ്ഞാനിക ശാഖയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്.
അത്രമാത്രം സമഗ്രസ്പർശിയായ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രീയമായ എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ആ പുസ്തകം നിൽക്കുന്നത്. നമ്മളൊക്കെ മാധവേട്ടൻ ഒഴിച്ചാൽ, എനിക്ക് തോന്നുന്നു അച്ഛനും ഒഴിച്ചാൽ, നമ്മളൊക്കെ ഏകദേശം സമകാലികരാണ്, സമപ്രായക്കാരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഒരാളുണ്ട്, പക്ഷേ MK മുനീറിന് വയസ്സ് എന്നെക്കാൾ കൂടുതലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതല്ല, കാരണം പലപ്പോഴും എന്നെ രാത്രി വിളിച്ചിട്ട് സുധീരേട്ടാന്ന് വിളിക്കും. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സുധീറിനേക്കാൾ വയസ്സ് കുറവാണെന്ന് സ്വയം തൃപ്തിപ്പെടാം. അപ്പോ രാജീവായാലും നമ്മളെ സുനിലുമായൊക്കെ നമ്മളൊക്കെ സമകാലികരാണ്. അവരൊക്കെ തമ്മിൽ നമ്മൾക്ക് പരസ്പരം ആദരമുണ്ട്. പക്ഷേ ഉണ്ണിയോട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഇത്ര വൈവിധ്യമാർന്ന മേഖലകളിൽ തന്റെ വിരലടയാളങ്ങൾ ആധികാരികമായിട്ട്, ഞാൻ പറഞ്ഞതുപോലെ വായനക്കാരൻ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, വൈജ്ഞാനിക സാഹിത്യം എഴുതുന്ന ഒരാളാണ്. ഇന്നിതാ സർഗാത്മക സാഹിത്യത്തിന്റെ മുന്നിലും ഉണ്ണി വരികയാണ്. എന്താണ് കഥ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഉണ്ണി ഈ പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 760 പേജ്, അതുകൂടി പറയണം, 760 പേജുകളുടെ ഒരു പുസ്തകമാണ് പ്രായമാകും. പ്രായത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. പ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഉണ്ണി ഇപ്പൊ ഈ സാഹിത്യം എഴുതുന്നതിനൊരു കാരണമുണ്ടാവും. ആ പുസ്തകത്തെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഉണ്ണി പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രം മുന്നോട്ട് വെച്ച ഒരു ആദിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ശാസ്ത്രം ഈ വേഗതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 10-30 വർഷത്തിനുള്ളിൽ നമ്മുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ അളവ് പോലെന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് അന്ന് പറഞ്ഞനുസരിച്ച് ഒരു 140 വയസ്സൊക്കെ ആകുമ്പോഴേ പ്രായം എന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിലേക്ക് വരുള്ളൂ. മിനിമം ഒരു 150 വർഷമെങ്കിലും ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരായി മാറും. വലിയ താമസമൊന്നുമില്ല, ഓടിപ്പിടിച്ചെത്തിയാൽ നമുക്ക് എല്ലാവർക്കും എത്താം അവിടെ. ഒരു 30 വർഷത്തിനുള്ളിൽ ശാസ്ത്രം അങ്ങനെ മുന്നേറുമെന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവങ്ങളും കൃത്രിമമായി നിർമ്മിക്കാനും മാറ്റിവെക്കാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ശാസ്ത്രം എത്തുമെന്ന് പ്രായത്തെക്കുറിച്ചുള്ള ആ മുഖ്യ പുസ്തകത്തിൽ ഉണ്ണി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ വാസ്കിസൊക്കെ പറഞ്ഞ പോലുള്ള നമ്മുടെ മനുഷ്യ ജീവിതത്തോടുള്ള അതൃപ്തി ഇല്ലാതാവുകയും നമ്മൾ ഒരുപക്ഷെ എല്ലാ തരത്തിലും തൃപ്തരായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സാഹിത്യത്തിന് പ്രസക്തി ഉണ്ടാവുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലം വരുന്നതിന് മുന്നേ ഞാനും സാഹിത്യം എഴുതി കളയാമെന്ന ഒരു ധാരണയിലാവാം ഉണ്ണി ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ പ്രായമാകുന്നില്ല ഞാൻ എന്ന പുസ്തകത്തിന്റെ അവസാനം ഉണ്ണി പറയുന്ന ആ വാചകം ഞാൻ വായിക്കാം. അത് വളരെ പ്രധാനമായതുകൊണ്ടാണ്. അതിങ്ങനെയാണ്: അസ്തിത്വ സംബന്ധിയായ മനുഷ്യന്റെ ആകുലതകൾ മറുപടി കിട്ടാതെ തുടരുകയാണ്. എന്തുകൊണ്ട് ഞാൻ? എന്തിനു വേണ്ടി ഞാൻ? എന്താകുന്നു എന്റെ ജീവിതം? എന്തിനു വേണ്ടിയാകുന്നു എന്റെ ജീവിതം? ഈ പ്രപഞ്ചത്തിൽ എന്റെ ഭാഗധേയം എന്ത്? ജനനത്തിന് മുമ്പ് ഞാൻ എന്തായിരുന്നു? മരണാനന്തരം എനിക്ക് എന്ത് സംഭവിക്കും? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അതുകൊണ്ട് നാം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കഥകളിലൂടെ നിരന്തരം നാം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. എന്തെന്നാൽ പ്രപഞ്ചം കഥകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ്. ആധുനിക മനുഷ്യ സമൂഹം നിർമ്മിച്ചെടുത്ത പ്രപഞ്ച സങ്കല്പം തന്നെ കഥകളിലൂടെയാണ്. അറിവുകളേക്കാൾ പ്രധാനം ഭാവനയാണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ണിയുടെ പുസ്തകത്തിൽ പറയുന്നു. കാരണം അറിവുകൾക്ക് പരിമിതികളുണ്ട്, ഭാവനയ്ക്ക് പരിമിതിയില്ല. അങ്ങനെ അറിവുകളുടെ ഒരു വിശാലമായ പ്രപഞ്ചം എഴുത്തിലൂടെ സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ണി ഭാവനയുടെ ഒരു പ്രപഞ്ചത്തിലേക്ക് കടക്കുകയാണ്. ആ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് മുന്നേ പറഞ്ഞവരൊക്കെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പ്രകാശ ചടങ്ങിൽ വരുന്നില്ല അല്ലെങ്കിൽ മടിക്കുന്നു എന്നുള്ളത് ആ പുസ്തകത്തെ സൂക്ഷ്മ വായനയിലൂടെ പറയുമ്പോൾ അത് പ്രകാശ ചടങ്ങിൽ പറയേണ്ട കാര്യങ്ങളായിരിക്കില്ല മിക്കവാറും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരിക. ഉണ്ണിയുടെ പുസ്തകം, ഉണ്ണിയുടെ നേരത്തെ പറഞ്ഞു ജേർണലിസ്റ്റുകളും എഴുത്തുകാരായി മാറുന്നത് ഒരുപാട് പേര്. ഇപ്പൊ മാർക്കേസിനെ കുറിച്ച് പറഞ്ഞു, മാധവേട്ടൻ ചെല്ലിനെ കുറിച്ച് പറഞ്ഞു. ലോക സാഹിത്യം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം ഡിക്കൻസ്, മാർക്ക് ട്വെയിൻ, ഹെമിംഗ്വേ, ടോം വോൾഫ്, മാർക്കേസ്, ഇവിടെ MT വാസുദേവൻ തൊട്ട് KR മീര, പ്രമോദ് രാമൻ ഉൾപ്പെടെ അവരൊക്കെ സാഹിത്യവും മാധ്യമപ്രവർത്തനവും തമ്മിലൊരു വലിയ ബന്ധം
അല്ലെങ്കിൽ എഴുത്തിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ സാഹിത്യം വളർന്നിട്ടുണ്ട്. ആ രീതിയിൽ അതിന്റെ ഒരു സ്വാധീനം ഉണ്ണിയിലും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ജേർണലിസത്തിന്റെ ഒരു സ്വാധീനം ഈ നോവലെഴുത്തിൽ വന്നുപോയി എന്നൊരു സങ്കടം ഞാൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വളരെ പരിമിതമായ ഒരു സമയക്രമത്തിൽ പരമാവധി പറയുക എന്നുള്ളതാണ് ടെലിവിഷൻ ജേർണലിസ്റ്റ്. ഉണ്ണി എല്ലാ ദിവസവും രാത്രി കഷ്ടപ്പെടുന്ന നമ്മൾ കാണുമല്ലോ. 6 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ പരമാവധി തനിക്ക് പറയാനുള്ളത് വ്യഗ്രതയോടെ പറയുന്ന ഒരു വേഗതയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ വേഗത ഈ എഴുത്തിൽ ഈ നോവലിന്റെ ക്രാഫ്റ്റിൽ ബന്ധപ്പെട്ടു. ആഖ്യാനത്തിൽ അങ്ങനെ വലിയ എടുത്തുചാട്ടങ്ങൾ സംഭവിച്ചു. പലയിടത്തും നേരത്തെ പറഞ്ഞതിൽ പൂർണ്ണതയില്ല, നമുക്ക് ഇത്രയും പോരാ എന്ന് വായനക്കാരന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല സന്ദർഭങ്ങളും ഈ നോവലിലുണ്ട്. ആഖ്യാനത്തിന്റെ ഒരു തുടർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ തകഴിയുടെയൊക്കെ പോലെ ഒരു വലിയ കാലത്തിന്റെ പല തലമുറകൾ, അടിസ്ഥാനപരമായി 3 തലമുറകളുടെ ഒരു സ്പർശം ഇതിൽ കടന്നുപോയിട്ടുണ്ട്. അതിൽ 2 തലമുറകൾ എന്ന് പറയുന്ന അവരുടെ പരിമിതമായ ലോകത്ത് മാത്രം ജീവിതം നിലനിർത്തുന്ന മനുഷ്യരാണ്. പക്ഷെ 3ാമത്തെ തലമുറയിലെ ആള് കപ്പൽ കടക്കുകയാണ്, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ അവന്റെ ചെറിയ ജീവിതത്തിന് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴും അവന്റെ മനസ്സിലുണ്ടാകുന്ന, പറഞ്ഞതുപോലെ നമ്മുടെ സ്വത്വത്തിലേക്ക്, നമ്മുടെ വേരുകളിലേക്ക് തിരിച്ചു വരാനുള്ള വ്യഗ്രത മനുഷ്യനുണ്ട് എന്നുള്ള തോന്നല് ഈ നോവൽ ഈ ചെറിയ ആഖ്യാനത്തിനിടയിലും ഉണ്ണി കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ മരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതായിരിക്കും. പടർന്ന് പന്തലിക്കുമ്പോഴും എന്റെ വേരുകൾ അതിന്റെ ഭൂമിയിൽ തന്നെയാണ്, തുടക്കം കുറിച്ചെടുത്ത് തന്നെയാണ് എന്നൊരു സങ്കല്പം അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു വലിയ പരാധീനത ഈ നോവലിനുണ്ട്. ഉണ്ണി ഒരുപക്ഷെ സമയമെടുത്ത് വലിയ രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ ഇതൊരു ബൃഹത്തായ ഒരു ചരിത്രാഖ്യായിക പോലെ ഒരു കേരളീയ സംസ്കാരത്തിന്റെ ഒരു വലിയ ഒരു ആഖ്യാനമായിട്ട് ഇത് മാറുമായിരുന്നു എന്ന് വേണമെങ്കിൽ വായനക്കാരന് സ്വാഭാവികമായും തോന്നാവുന്നതാണ്. അതുപോലെ തന്നെ പ്രമേയത്തിൽ ഉണ്ണി കൊണ്ടുവരാൻ ശ്രമിച്ച പലതും, പ്രകൃതിയുമായുള്ള ബന്ധം, ഭൂമിയുമായുള്ള മനുഷ്യന്റെ ബന്ധം, സ്വത്വബോധം, അടിസ്ഥാനപരമായി നമ്മൾ ജീവിക്കാൻ ഇടപെട്ട സാധ്യതയൊരുങ്ങിയ കാലഘട്ടം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് അതിന്റെ ക്രമങ്ങൾ, അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആധുനികമായ മനുഷ്യന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും അത്രത്തോളം ശരിയായിരുന്നില്ല എന്ന് തോന്നും എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അങ്ങനെ പ്രമേയത്തിലും പലതും പറയാൻ ഉണ്ണി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഴത്തിലുള്ള ഒരു ആഖ്യാനമായി, ബൃഹദാഖ്യാനമായി അതിനെ തുടർന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, അല്ലെങ്കിൽ ഏറ്റവും കാലത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന പുതിയ അടുത്ത തലമുറകൾക്ക് സാഹിത്യം എപ്പോഴും ചെയ്യുന്നതാണ്. സാഹിത്യം മറ്റൊരു തലമുറയുടെ അവരുടെ ആന്തരിക ജീവിതത്തിലേക്ക് കടക്കാൻ അതിന് കഴിയണം. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പലപ്പോഴും കഥ പറച്ചിലുകളാണ്. നമ്മുടെ സമയത്തെ, നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം താലോലിക്കുന്ന എഴുത്തുകൾ ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്ത് സാഹിത്യം എന്താണ് എന്ന് നമ്മൾ മറന്നുപോകുന്ന ഒരു കാലത്താണ് പത്രപ്രവർത്തനായ ഉണ്ണിയിൽ നിന്ന് കഥാസ്വഭാവമല്ല, സാഹിത്യ സ്വഭാവം നിറഞ്ഞു നിൽക്കുന്ന, രാജീവൊക്കെ പറഞ്ഞ പോലെ പലയിടത്തും സാഹിത്യത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ അവിടെയും ഇവിടെയും ചിന്നിച്ചിതറി കിടക്കുന്ന രീതിയിൽ എന്തെല്ലാമോ പറയാനുണ്ട് എന്ന് കഥാകൃത്ത് അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ പറയുന്ന രീതിയിലുള്ള ഈ നോവല് മരങ്ങളായി നിന്നതും എന്ന് പറയുന്ന കൃതി വന്നുവിടുന്നത്. തീർച്ചയായിട്ടും ഉണ്ണി എന്ന് പറയുന്ന സർഗാത്മക എഴുത്തുകാരൻ അതൊരു തുടക്കം കുറിക്കൽ മാത്രമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ണിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിലും പുതിയ 1-2 പുസ്തകങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉണ്ണി ഇതിനിടയിലും കഥകൾ എഴുതിയിട്ടുണ്ട്, മറ്റു കഥകൾ വന്നു കഴിഞ്ഞു. നേരത്തെയും കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ വായനക്കാരൻ എന്ന് പറഞ്ഞ കാലത്ത് ഉണ്ണി 10-12 കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ ഉണ്ണി തുടക്കം കുറിക്കുക മാത്രമാണ്. ആ തുടക്കം കുറിക്കലിന്റെ ഭാഗമാവാൻ സാധിച്ചതിന്റെ സന്തോഷം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും.